പൊറോട്ടൻ്റെ കൂടെ നമ്മൾ കുറച്ച് മട്ടൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എന്തായിന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അതായത് ഒരു ഉരുളയിൽ നിന്ന് നമുക്ക് ഏകദേശം 2 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് നമ്മളെ മൊത്തം മാവും ചെയ്തിട്ടെടുക്കാം, ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ട് വെക്കണം. നന്നായി ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് അധിക നേരം വെക്കണം എന്നില്ല, കുറച്ച് സമയം അങ്ങനെ വെക്കാം. നമുക്ക് വീശാനുള്ളൊരു സൗകര്യം നമുക്ക് അകത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ഗാർഡൻ ടേബിളിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഗാർഡൻ ടേബിളൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്യാണ്.
ചൂടാണ്ടേ ഇവിടെ പിടിക്കാൻ ഇവിടെ എങ്ങനെ അടിക്കണോ? അപ്പോൾ നമ്മൾ പൊറാട്ട റെഡി ആയിട്ടുണ്ട്. പൊറാട്ടൻ്റെ കൂടെ മട്ടൻ കറിയോ ബീഫ് കറിയോ എന്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.